ഈ സിനിമാ സംവിധായകന്മാര് വളരെ വിദഗ്ധമായി സിനിമയിൽ അവരുടേതായ ചില ശീലങ്ങൾ ഒളിപ്പിച്ചു വെക്കും. അവര് സംവിധാനം ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും കൂടെ കൂടെ ആ ഒരു ശീലം അവർ ആവർത്തിച്ച് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് ആ ശീലങ്ങളെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സത്യൻ അന്തിക്കാട്. ഈ അടുത്ത കാലത്ത് സത്യൻ അന്തിക്കാടിന്റെ കുറെ സിനിമകൾ കണ്ടപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. സത്യൻ അന്തിക്കാടിന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും അദ്ദേഹം പൊതുവായ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളുടെ ക്ലൈമാക്സിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യൻ അന്തിക്കാടിന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും ക്ലൈമാക്സിൽ സിനിമ അവസാനിക്കുന്നത് നായകൻ ഏതെങ്കിലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തരം വണ്ടികളും തന്റെ ക്ലൈമാക്സിൽ നായകന് പോകാൻ വേണ്ടി സത്യൻ അന്തിക്കാട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മഴവിൽ കാവടിയുടെ ക്ലൈമാക്സിൽ നായകൻ പോകുന്നത് കുതിരവണ്ടിയിലാണ്. വരവേൽപ്പിന്റെ ക്ലൈമാക്സിൽ നായകൻ പോകുന്നത് ബസ്സിലാണ്. നാടോടിക്കാറ്റിന്റെ ക്ലൈമാക്സിൽ നായകൻ പോകുന്നത് ജീപ്പിലും. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലും നമ്പർ 1 സ്നേഹതീരത്തിലും നായകന്മാർ പോകുന്നത് കാറിലാണ്. രസതന്ത്രത്തിന്റെ ക്ലൈമാക്സിൽ സൈക്കിളിൽ പോകുന്ന നായകനും, മനസ്സിനക്കരയുടെ ക്ലൈമാക്സിൽ സ്കൂട്ടറിൽ പോകുന്ന നായകനും, സന്താന ഗോപാലത്തിന്റെ ക്ലൈമാക്സിൽ അവർ പോകുന്നത് ട്രെയിനിലും, മണ്ടന്മാർ ലണ്ടനിലെ ക്ലൈമാക്സിൽ എയ്റോപ്ലെയിനിൽ കയറി പോകുന്നതും, പുതിയ തീരങ്ങൾ എന്ന സിനിമയുടെ ക്ലൈമാക്സിലാകട്ടെ നായകൻ പോകുന്നത് വള്ളത്തിലും. തന്റെ സിനിമയുടെ ക്ലൈമാക്സിൽ നായകന്മാർക്ക് പോകാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള വണ്ടികൾ ഉപയോഗിച്ച സത്യൻ അന്തിക്കാടിന്റെ ഈ ഒരു ശീലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. പ്രിയദർശൻ. 1980കളിലും 90കളിലും തുടങ്ങി 2000ത്തിലും പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും പാട്ടുകളിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പ്രിയദർശന് വെള്ള നിറത്തോട് ഒരല്പം ഇഷ്ടക്കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയദർശന്റെ സിനിമകളിലെ പാട്ടുകളിൽ, പ്രത്യേകിച്ചും റൊമാന്റിക് പ്രണയഗാനങ്ങളിൽ, ഒന്നുകിൽ നായകനും നായികയ്ക്കും വെള്ള നിറത്തിലുള്ള ഡ്രസ് കോഡ് കൊടുക്കും. ഇനി ഒട്ടും പറ്റില്ലെങ്കിൽ നായകനോ അല്ലെങ്കിൽ നായികയ്ക്കോ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും വെള്ള നിറത്തിലുള്ള കോസ്റ്റ്യൂം ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. ഓടരുതമ്മാവ ആളറിയാം, അരം പ്ലസ് അരം കിന്നരം, മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, താളവട്ടം, വന്ദനം, ചിത്രം, മേഘം, ചന്ദ്രലേഖ, കാക്കക്കുയിൽ, വെട്ടം, അറബി മൊട്ടകോം പി മാധവൻ നായരും, ആമയും മൊയിലും എന്നീ പാട്ടുകളിൽ നായകനും നായികയ്ക്കും കൊടുത്ത വെള്ള നിറത്തിലുള്ള കോസ്റ്റ്യൂം പ്രിയദർശന്റെ മാറ്റാൻ കഴിയാത്ത ഒരു ശീലമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ജിത്തു ജോസഫ്. ത്രില്ലർ സിനിമകൾ എഴുതി സംവിധാനം ചെയ്യുന്ന ജിത്തു ജോസഫിനും മാറ്റാൻ കഴിയാത്ത ഒരു ശീലമുണ്ട്. കൊമേഡിയന്മാരെ പിടിച്ച് വില്ലനാക്കുന്നു എന്നുള്ള ശീലത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. അധികമാരും നോട്ടീസ് ചെയ്യാത്ത മറ്റൊരു ശീലത്തെക്കുറിച്ചാണ്. ജിത്തു ജോസഫ് ത്രില്ലർ, ആക്ഷൻ, കോമഡി, ഫാമിലി ഡ്രാമ എന്നിങ്ങനെ വ്യത്യസ്ത ജോണറുകളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ഏത് ജോണർ എടുത്താലും ഇദ്ദേഹത്തിന്റെ സിനിമകളിലെ നായക കഥാപാത്രം ഭക്ഷണമേശയിലിരുന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്ന ഒരു സീനെങ്കിലും ഇദ്ദേഹം എഴുതിയിരിക്കും. മമ്മി ആൻഡ് മീ, മൈ ബോസ്, മെമ്മറീസ്, ഊഴം, ആദി, 12th മാൻ, കൂമൻ, പിന്നെ ദൃശ്യം സീരീസിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ഡൈനിങ് ടേബിൾ കോൺവെർസേഷൻ അദ്ദേഹം നിർബന്ധമായും ഉൾപ്പെടുത്താറുണ്ട്. സംവിധായകന്റെ ഈ ഒരു ശീലത്തെക്കുറിച്ച് ലാലേട്ടൻ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി ജിത്തു ജോസഫിന്റെ സിനിമകളിൽ മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന്. വിക്രം കുമാർ. SS രാജമൗലി തെലുഗു സിനിമയിൽ ആരും ചെയ്യാത്ത കണ്ടന്റുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയെങ്കിൽ അതുപോലെ തന്നെ വ്യത്യസ്തമായ കണ്ടന്റുകൾ ചെയ്ത് എന്നാൽ അധികമാരും പ്രശംസിക്കാതെ പോകുന്ന ഒരു സംവിധായകനാണ് വിക്രം കുമാർ. ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് സൂര്യയുടെ 24. എന്നാൽ മറ്റൊരു സംവിധായകനും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു ശീലം വിക്രം കുമാറിനുണ്ട്. 2009 13B എന്ന ഹൊറർ സിനിമയാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ. 2009 മുതൽ 2022 വരെ വിക്രം കുമാർ എഴുതി സംവിധാനം ചെയ്ത 7ഓളം സിനിമകളിലെ നായികമാർക്ക് ഇദ്ദേഹം കൊടുത്തിരുന്നത് പ്രിയ എന്ന ഒരൊറ്റ പേര് മാത്രമാണ്. 13B സിനിമയിലെ നീതു ചന്ദ്ര, ഇഷ്ക് സിനിമയിലെ നിത്യ മേനോൻ, മനം സിനിമയിലെ സാമന്ത, 24ലെ നിത്യ മേനോൻ, ഹലോയിലെ കല്യാണി പ്രിയദർശൻ, നാനിയുടെ ഗ്യാങ് ലീഡറിലെ പ്രിയങ്ക മോഹൻ, താങ്ക് യുയിലെ റാഷി ഖന്ന, ഈ നായികമാർക്കെല്ലാം അദ്ദേഹം കൊടുത്തത് പ്രിയ എന്ന ഒരൊറ്റ പേര് മാത്രമാണ്. മാത്രമല്ല 2023 ദൂത എന്നൊരു വെബ് സീരീസ് അദ്ദേഹം എഴുതിയിരുന്നു. അതിലെ പ്രിയ ഭവാനി എന്നൊരു നടിക്ക് കൊടുത്തിരുന്ന പേരും പ്രിയ എന്ന് തന്നെയായിരുന്നു. പ്രിയ എന്ന പേര് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്നും ആ പേരിൽ ഒരു സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് താൻ എല്ലാ നായികമാർക്കും പ്രിയ എന്ന പേര് കൊടുക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാസിൽ. സംവിധായകൻ ഫാസിലിനുമുണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു ശീലം. തന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിൽ പ്രധാന കഥാപാത്രത്തിന് മനഃശാസ്ത്രപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും. അതോടൊപ്പം സിനിമയുടെ ക്ലൈമാക്സിൽ ആരുടെയെങ്കിലും മരണം അല്ലെങ്കിൽ വലിയൊരു നഷ്ടം കാണിച്ചുകൊണ്ടായിരിക്കും അവസാനിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാലിന്റെ സാഡിസ്റ്റ് സൈക്കോ കഥാപാത്രം ഉൾപ്പെടെയുള്ള 3 പേരുടെ മരണം,
ഈറ്റില്ലം എന്ന സിനിമയിൽ തലച്ചോറിന് പ്രശ്നം പറ്റി മരണപ്പെടുന്ന മേനകയുടെ കഥാപാത്രം. എന്റെ മാമാട്ടി കുട്ടിയമ്മയിൽ കുട്ടിയെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിൽ ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്ന നാദിയ മൊയ്തുവിന്റെ കഥാപാത്രം. എന്നെന്നും കണ്ണേട്ടനിൽ അവസാനമായി കാണാൻ കഴിയാതെ പിരിഞ്ഞു പോകുന്ന പ്രണയിനികൾ. പൂവിന് പുതിയ പൂന്തനലിൽ മരണപ്പെടുന്ന മമ്മൂട്ടി. മണിവത്തൂരിലെ 1000 ശിവരാത്രിയിൽ മരിക്കുന്ന സുഹാസിനി. എന്റെ സൂര്യപുത്രിയിൽ മരണപ്പെടുന്ന ശ്രീവിദ്യ. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ഇന്റേണൽ ബ്ലീഡിംഗ് സംഭവിക്കുന്ന അപ്പൂസ്. ഡിസോഷ്യേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിക്കുന്ന മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ കഥാപാത്രം. മാനത്തെ വെള്ളിത്തേര്, വിസ്മയത്തുമ്പത്ത് എന്നീ സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഫാസിൽ തന്റെ സിനിമകളിൽ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഇത് ഫാസിലിന്റെ ഒരു ശീലമാണ്. മണിരത്നം. അതുവരെ ഉണ്ടായിരുന്ന പ്രണയ സിനിമകളുടെ ക്ലീഷേ ബ്രേക്ക് ചെയ്ത സംവിധായകനാണ് മണിരത്നം. എന്നാൽ മണിരത്നം വർഷങ്ങളോളം തന്റെ സിനിമകളിൽ കൂടെ ഉപയോഗിക്കുന്ന 2 ശീലങ്ങളുണ്ട്. അതിലൊന്നാണ് മിറർ ഷോട്ട്. നായികാനായകന്മാരുടെ പ്രണയത്തിന്റെ മൊമെന്റ് ഒരു കണ്ണാടിയുടെ പ്രതിബിംബത്തിൽ കാണിക്കുന്നതാണ് മിറർ ഷോട്ട്. 90കളുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഈ ഒരു ഷോട്ട് തന്റെ എല്ലാ സിനിമകളിലും മണിരത്നം ഉപയോഗിച്ചിട്ടുണ്ട്. മൗനരാഗം, റോജ, ബോംബെ, ഇരുവർ, അലൈ പായുതേ, ആയുധ എഴുത്ത്, കാട്ടു വെളിയുതേ, ഗുരു, ഓകെ കൺമണി തുടങ്ങിയ ഒരുപാട് സിനിമകൾ. മണിരത്നം തന്റെ സിനിമകളിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ശീലമാണ് ഡയലോഗ് ഇൻ ബസ് സീറ്റ്. സഞ്ചരിക്കുന്ന ബസ്സിലെ സീറ്റിലിരുന്നു കൊണ്ടുള്ള പ്രധാന കഥാപാത്രങ്ങളുടെ സംഭാഷണം. ദിൽസേ, മൗനരാഗം, ആയുധമെഴുത്ത്, അലൈ പായുതേ, ഓകെ കൺമണി, ചെക്ക ചിവന്തവാനം, കാട്ടു വെളിയുതേ എന്നിവ ഇതിനുദാഹരണമാണ്. ഹരിഹരൻ. സംവിധായകനായ ഹരിഹരന്റെ ഏറ്റവും മികച്ച സിനിമകൾ MT വാസുദേവൻ നായരുമായി ചേർന്നിട്ടുള്ളതായിരുന്നു. MTയുമായുള്ള ഹരിഹരന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും അവസാനം പ്രധാന കഥാപാത്രം മരണപ്പെടും, അല്ലെങ്കിൽ പ്രണയം പരാജയപ്പെട്ട് വലിയൊരു വിരഹത്തിൽ കഥ അവസാനിക്കും. ഇതിന്റെ ഉദാഹരണമാണ് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയിൽ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്ന ശ്രീവിദ്യയുടെ കഥാപാത്രം. വളർത്തുമൃഗങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ട മാധവിയുടെ കഥാപാത്രം. പഞ്ചാഗ്നിയിൽ കൊലപാതകം കഴിഞ്ഞ് ജയിലിൽ കഴിയേണ്ടി വരുന്ന ഗീതയുടെ കഥാപാത്രം. നഖക്ഷതങ്ങളിൽ വിരഹത്താൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന വിനീതിന്റെ കഥാപാത്രം. ആരണ്യകത്തിലെ ദേവന്റെ മരണം. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിന്റെ മരണം. കുറ്റബോധത്താൽ നീറുന്ന പരിണയത്തിലെ വിനീതിന്റെ കഥാപാത്രം. തന്റെ കൂട്ടുകാരിയെ നഷ്ടപ്പെടുന്ന എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ ജോമോളുടെ കഥാപാത്രം. അതോടൊപ്പം പഴശ്ശിരാജയിലെ മമ്മൂട്ടിയുടെ മരണം, 7ാമത്തെ വരവിൽ മരണപ്പെടുന്ന ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം. അങ്ങനെ ഒരുപാട് സിനിമകൾ. സിദ്ദിഖ് ലാൽ. മലയാള സിനിമയുടെ കോമഡി പാറ്റേണിൽ പുതിയ മാറ്റം കൊണ്ടുവന്ന സംവിധായകന്മാരാണ് സിദ്ദിഖ് ലാൽ. ഇവരുടെ സിനിമകളിൽ ഇവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശീലമായിരുന്നു സ്ലാപ്സ്റ്റിക് മൊമെന്റുകൾ. അത്തരത്തിൽ സിദ്ദിഖ് ലാലുമാർ ഉപയോഗിച്ച സ്ലാപ്സ്റ്റിക് മൊമെന്റ് ആയിരുന്നു ഉന്നം മാറിപ്പോവുക എന്ന കൺസെപ്റ്റ്. ഏതാനും ഉദാഹരണങ്ങളാണ്. ആദ്യ സിനിമയായ റാംജി റാവ് സ്പീക്കിംഗിൽ ഉന്നം മാറി തേങ്ങ എറിഞ്ഞ് മറ്റൊരാളെ വീഴ്ത്തുന്നത്. വിയറ്റ്നാം കോളനിയിൽ ഉന്നം മാറി ഭീമൻ രഘുവിന്റെ മുഖത്തേക്ക് പേപ്പർ എറിയുന്ന മോഹൻലാലും, കാബൂളിവാലയിൽ കന്നാസിന്റെയും കടലാസിന്റെ നേരെ കല്ലെറിഞ്ഞ് ഉന്നം മാറി കൂടം പൊട്ടുന്നതും, ക്രോണിക് ബാച്ചിലറിൽ ഉന്നം തെറ്റി തൈരുകൂടം പൊട്ടുന്നതും, മാന്നാർ മത്തായി സ്പീക്കിംഗിൽ ഉന്നം തെറ്റി കാല് തല്ലി ഒടിക്കുന്നതും, ഫ്രണ്ട്സ് സിനിമയിൽ ലക്ഷ്യം മാറി ജനാർദ്ദനന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്ന ശ്രീനിവാസനുമെല്ലാം സിദ്ദിഖ് ലാലുമാരുടെ ആ ഒരു ശീലത്തിന്റെ ഭാഗമായി എഴുതിയുണ്ടാക്കിയ കഥാപാത്രങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.